ഇപ്പോൾ കുവൈത്ത് തീപിടുത്തത്തിന്റെ സ്ഥിതിഗതികൾ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പരിശോധിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് നടപടികൾ ഏകോപിപ്പിക്കാൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിനോട് കുവൈറ്റിലേക്ക് പുറപ്പെടാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, എന്തൊക്കെയാണ് ഡൽഹിയിലെ നീക്കങ്ങൾ? നേരത്തെ പ്രധാനമന്ത്രി അപകടത്തിൽ അനുശോചനം അറിയിക്കുകയും കുവൈറ്റിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുമുണ്ടായിരുന്നു. വിദേശകാര്യ മന്ത്രാലയവും അതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലേക്ക് പോകുന്നു. ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ബിജുമറി, കുവൈറ്റിലെ തീപിടുത്തം നടന്ന പിന്നാലെ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രി മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെടുകയും അതിനുശേഷം അംബാസഡർ തന്നെ ആ സ്ഥലത്തെത്തി അവിടുത്തെ സാഹചര്യം വിലയിരുത്തുകയും പിന്നീട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് സ്ഥിതിഗതികളെല്ലാം തന്നെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും എത്ര പേർ ഈ അപകടത്തിൽ, എത്ര ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ട് തുടങ്ങിയ വിവരങ്ങളും തന്നെ ഇതുവരെ ഒരു കൃത്യമായ കണക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ ലഭിക്കുന്നതേയുള്ളൂ. ഇതുവരെ ലഭ്യമായ വിവരപ്രകാരം ഏതാണ്ട് 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും 40ഓളം പേർക്ക് മരണപ്പെടുകയും ചെയ്തതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതിന്റെ കൃത്യമായ കണക്ക് വരും മണിക്കൂറിൽ ലഭ്യമാകും. എന്തായാലും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ യോഗം ചേർന്നുകൊണ്ട് സാഹചര്യം വിലയിരുത്തി. അതിനുശേഷം കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് പുറപ്പെട്ടു എന്നാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ ഈ വിഷയത്തിൽ സാഹചര്യം വിലയിരുത്തി തുടർ നടപടികളെല്ലാം സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിക്കും ഇത്തരം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈകിട്ടോടെ തന്നെ ഇന്ത്യൻ അംബാസിഡർ അവിടെ എത്തി സാഹചര്യം വിലയിരുത്തി അവിടുത്തെ ആശുപത്രികളെല്ലാം തന്നെ സന്ദർശിച്ചു. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ സന്ദർശിച്ചു. എടുത്തു പറയേണ്ട ഒരു കാര്യം, നിരവധി പേർ വിവിധ ആശുപത്രികളായി ചികിത്സയിലാണ്. അവരെല്ലാം തന്നെ സന്ദർശിച്ചു. അവരുടെ ആരോഗ്യസ്ഥിതിയെല്ലാം തന്നെ നേരിട്ട് മനസ്സിലാക്കി ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തിനടക്കം ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല നിരവധി പേർ ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട്. കൂടുതൽ പേരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ. എന്തായാലും കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തിയ ശേഷം അവിടുത്തെ സാഹചര്യം വിലയിരുത്തി പിന്നീട് കൃത്യമായ ഒരു വിവരങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മരിച്ചവരുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും. കൂടാതെ ഈ അപകടത്തെ സംബന്ധിച്ചുള്ള രക്ഷാപ്രവർത്തനവും അതോടൊപ്പം തന്നെ മറ്റ് നടപടികളും നിരീക്ഷിക്കാനും അതോടൊപ്പം തന്നെ നിയന്ത്രിക്കാനായി അവിടുത്തെ അംബാസിഡർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ദ്രുതഗതിയിൽ തന്നെ ഈ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു വരുന്നതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കിയതും അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കിയത്. എന്തായാലും ഈ സംഭവത്തിൽ പ്രധാനമന്ത്രി നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ നടുക്കം രേഖപ്പെടുത്തി അവിടുത്തെ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കുന്നു. ഓരോ നിമിഷവും അവർ കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും വലിയ അപകടമാണ് ഇന്നുണ്ടായത്. 40-ലധികം പേർ മരിച്ചു. ഏതാണ്ട് 50-ലധികം പേർക്ക് പരിക്കേറ്റു. കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങളുടെ വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ നൽകിയത്.